ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതിൽ ഞാൻ കുക്കിംഗ് വീഡിയോസ്, അതുപോലെ ഞാൻ ചെയ്യുന്ന മറ്റുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ്, ട്രാവൽ വീഡിയോസ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഞാനൊരു ബിഗിനറാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു ഡെയിലി നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ, കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിവിടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നന്നാക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനതെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനിവിടെ സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ വെളിച്ചെണ്ണയിൽ കിട്ടും. നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ആഡ് ചെയ്തതിന് ശേഷം സവാള ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഐറ്റം എന്താണോ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്സൊക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടോ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ തക്കാളി. അപ്പോൾ തക്കാളിയും ഇതുപോലെ നന്നായിട്ട് വഴറ്റി വരണേ. നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു പീസ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ സാധാരണ കറികൾക്ക് ചേർക്കുന്ന മസാലകളില്ലേ, അപ്പോൾ അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം കുറച്ച് പേർക്കൊക്കെ പിടികിട്ടി കാണും ഞാൻ എന്ത് ഐറ്റമാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യാനുസരണം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ, ഉപ്പും മുളകൊക്കെ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വീട്ടിൽ ഡെയിലി കുക്ക് ചെയ്യുന്നത് പോലെ കുക്ക് ചെയ്ത ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീടുകളിൽ പരീക്ഷിക്കുന്നതാണ്. സാധാരണ ഇതിൽ പുതുമയായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നില്ല. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ വീട്ടിൽ ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കും വീട്ടിൽ ചെയ്ത് നോക്കാം. പിന്നെ എല്ലാവരും ഇതുപോലെ ആയിരിക്കില്ല, പലരും പല രീതിയിലായിരിക്കും പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ പൊടികളൊക്കെ ചേർത്തു. പൊടികളൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ആ പൊടികളൊക്കെ. കണ്ടോ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ ഏകദേശം കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ തലേന്ന് ഞാൻ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് മസാലയെല്ലാം വേവിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അത് ഞാൻ എടുത്തിട്ട് തണുപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയിലേക്ക്, നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അത് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചെറു ചൂടുവെള്ളം ചേർക്കണം കേട്ടോ. അങ്ങനെ അത് ചേർത്ത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറുകി റെഡിയായി ഈ സെർവിങ് ബൗളിലേക്ക് മാറ്റി കറിയാനിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണേ.